വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേസ് 3 ഓഫ് ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ ആൻ LCR സർക്യൂട്ട് ആണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഒമേഗ 0 സ്ക്വയർ, അതായത് ഓവർ ഡാംഡ് കണ്ടീഷൻ പറഞ്ഞു. കെ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ പറഞ്ഞു. ക്രിട്ടിക്കൽ ഡാംഡ് കണ്ടീഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കെ സ്ക്വയർ ലെസ് ദാൻ ഒമേഗ 0 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫോർ ക്യൂ, ദാറ്റ് ഈസ് ചാർജ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലുള്ള ഇക്വേഷനിൽ ഒരു ടേം ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ. പക്ഷേ നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഇമ്പോസ് ചെയ്ത് കൊടുക്കുമ്പം ഇവിടെ കെ സ്ക്വയർ ചെറുതാണ് ഒമേഗ 0 സ്ക്വയറിനെക്കാളും. അപ്പോൾ നോക്കിയേ, ഈ ഒരു ടേം എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കില്ലേ? അപ്പോൾ റൂട്ട് ഓഫ് നെഗറ്റീവ് വാല്യൂ എന്ന് പറയുമ്പം എപ്പോഴും എന്താ വരുന്നത്? ഒരു ഇമാജിനറി വാല്യൂ ആണ് വരുന്നത്, ശരിയല്ലേ? റൂട്ട് -1 എന്താണ്? നമ്മൾ ഐ എന്ന് പറയും. ഞാൻ ഇവിടെ നൊട്ടേറ്റ് ചെയ്യുന്നത് ജെ വെച്ചിട്ടാണ്, ജെ ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, രണ്ടിനും വാല്യൂ ഒന്ന് തന്നെയാണ്. ജെ ഈക്വൽ ടു റൂട്ട് -1 ആണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ ആ രീതിയിൽ ഞാൻ ഇതിനെ മാറ്റി എഴുതാൻ പോവാണ്. സോ കെ സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഈക്വൽ ടു, ഒരു മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആയിട്ട് മാറും അല്ലേ? അപ്പോൾ റൂട്ട് -1 ജെ വരുന്നതുകൊണ്ട് ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് ജെ ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. So, ഈ ഇക്വേഷൻ ഇക്വലന്റ് ടു ദിസ് ഇക്വേഷൻ where j ഈക്വൽ ടു റൂട്ട് -1. ഓക്കെ, ഇനി ഞാൻ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുക്കാൻ പോവാണ്. ഹിയർ റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയറിനെ നമ്മൾ ഒമേഗ എന്ന് കൊടുക്കാം. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ ഈ LCR സീരീസ് സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. ഓക്കെ, സോ ഒമേഗ ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് LCR സീരീസ് സർക്യൂട്ട് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ ഒന്നും കൂടെ മാറ്റി എഴുതാം. എങ്ങനെ? റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഈക്വൽ ടു ജെ ഇൻറ്റു, ഇതാരാ പറഞ്ഞത്? ഒമേഗ. സോ ജെ ഇൻറ്റു ഒമേഗ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി എന്തായിരുന്നു നമ്മുടെ ബേസിക് ഇക്വേഷൻ? ക്യൂ ഈക്വൽ ടു Q0 മൈനസ് Q0/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി into 1 plus k by root of k square minus omega 0 square into e raised to root of k square minus omega 0 square into t plus 1 minus k by root of k square minus omega 0 square into e raised to minus root of k square minus omega 0 square into t എന്നുള്ളതായിരുന്നു ഇക്വേഷൻ. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്തു? നമ്മൾ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിന് വരെ നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ജനറൽ ഇക്വേഷനെ നമുക്ക് ഈ രൂപത്തിൽ മാറ്റി എഴുതാം. അപ്പോൾ നിങ്ങൾ മുന്നേ എഴുതിയിട്ടുള്ള ആ ഇക്വേഷൻ ഒന്ന് നോക്കുക, നോക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്കതൊന്ന് മാറ്റി എഴുതാം. എന്താ വരിക അപ്പം? ക്യൂ ഈക്വൽ ടു Q0 മൈനസ് Q0/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു 1 പ്ലസ് കെ ബൈ, ഇവിടെ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഉണ്ടായിരുന്നു. അതിന് പകരം നമ്മൾ ആര് കൊടുത്തു? ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി പ്ലസ് 1 മൈനസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിന് പകരം ജെ ഒമേഗ കൊടുക്കും. സോ 1 മൈനസ് കെ ബൈ ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി. ഓക്കെ, സോ ഇതിന് ഞാൻ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യണം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി ബ്രാക്കറ്റിൽ ഇ റേസ് ടു, നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു ജെ ഒമേഗ ടി പ്ലസ് കെ ബൈ ജെ ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി മൈനസ് കെ ബൈ ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി. അപ്പോൾ ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തതാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. വാട്ട് ഈസ് ഇ റേസ് ടു ഐ തീറ്റ? ഇ റേസ് ടു ഐ തീറ്റ എന്തായിരുന്നു? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. നമ്മളിവിടെ പറഞ്ഞു ഇമാജിനറി നമ്മൾ യൂസ് ചെയ്യുന്നത് ജെ ആണ് അല്ലേ? അപ്പം നമുക്കിവിടെ ഒന്ന് മാറ്റി എഴുതാം. ഇവിടെ നോക്കിയേ, ഇ റേസ് ടു ജെ ഒമേഗ ടി, അവിടെ തീറ്റയ്ക്ക് പകരം ഒമേഗ ടി ആണല്ലോ അല്ലേ? ഇമാജിനറി ഐക്ക് പകരം ജെ ആണ്. അപ്പം ഇ റേസ് ടു ജെ ഒമേഗ ടി നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി, ശരിയല്ലേ? അതേപോലെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടീനെ എങ്ങനെ എഴുതാം? അപ്പം കോസ് ഒമേഗ ടി മൈനസ് ജെ സൈൻ ഒമേഗ ടി. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇ റേസ് ടു ഐ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, ഇ റേസ് ടു മൈനസ് തീറ്റ, ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. അപ്പോൾ ആ ഇക്വേഷനാണിത്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ നമുക്കിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നോക്കിയേ, അപ്പം ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും?
ക്യൂ ഈക്വൽ ടു ഫസ്റ്റത്തെ ടേം കാണുന്നത് തന്നെ Q0 മൈനസ് Q0/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി ബ്രാക്കറ്റിൽ ഇ റേസ് ടു ജെ ഒമേഗ ടിനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്തു, പ്ലസ് കെ ബൈ ജെ ഒമേഗ. ഓക്കെ, കെ ബൈ ജെ ഒമേഗ പിന്നെയും വരുന്നുണ്ടല്ലോ ഇ റേസ് ടു ജെ ഒമേഗ ടി. അതിന് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി കൊടുത്തു. പ്ലസ് ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഉണ്ട്. അപ്പോൾ ആര് കൊടുക്കണം, ഇയാളെ കൊടുക്കണം അല്ലേ. സോ കോസ് ഒമേഗ ടി മൈനസ് ജെ സൈൻ ഒമേഗ ടി മൈനസ് കെ ബൈ ജെ ഒമേഗ. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ഇക്വേഷൻ കിട്ടും. പക്ഷേ ഇത് വലിയ ഇക്വേഷൻ അല്ല, നമുക്കിതിനെ ചെറുതാക്കാം. നോക്കിയേ, ഇവിടെ കോസ് ഒമേഗ ടി ഉണ്ട്, ഇവിടെയും പ്ലസ് കോസ് ഒമേഗ ടി ഉണ്ട്. അപ്പോൾ 2 കോസ് ഒമേഗ ടി. ഓക്കെ, ഇവിടെ പ്ലസ് ജെ സൈൻ ഒമേഗ ടി ഉണ്ട്, ഇവിടെ മൈനസ് ജെ സൈൻ ഒമേഗ ടി ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകില്ലേ. ഓക്കെ, ഇനി കെ ബൈ ജെ ഒമേഗ. ഓക്കെ, കെ ബൈ ജെ ഒമേഗ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം കെ ബൈ ജെ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് കെ ബൈ ജെ ഒമേഗ ജെ സൈൻ ഒമേഗ ടി വരും. ഇതോ മൈനസ് കെ ബൈ ജെ ഒമേഗ കോസ് ഒമേഗ ടി. ഇവിടെ ഒരു പ്ലസ് കെ ബൈ ജെ ഒമേഗ കോസ് ഒമേഗ ടി വന്നു, ഇവിടെ മൈനസ് കെ ബൈ ജെ ഒമേഗ കോസ് ഒമേഗ ടി വന്നു. അത് രണ്ടും കട്ട് ചെയ്തു പോകും. പിന്നെ അടുത്ത ടേമോ മൈനസ് കെ ജെ ഒമേഗ ഇൻറ്റു മൈനസ് ജെ സൈൻ ഒമേഗ ടി. അപ്പോൾ മൈനസും പ്ലസ്. ഇവിടെ ഒരു കെ ബൈ ജെ ഒമേഗ ഇൻറ്റു ജെ സൈൻ ഒമേഗ ടി ഉണ്ട്, ഇവിടെ അതേപോലെ കെ ബൈ ജെ ഒമേഗ ജെ സൈൻ ഒമേഗ ടി ഉണ്ട്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2k ബൈ ഒമേഗ സൈൻ ഒമേഗ ടി. കാരണം ജെ ന്യൂമറേറ്ററിലുണ്ട് ഡിനോമിനേറ്ററിലുണ്ട്, അതും കൂടെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 2k ബൈ ഒമേഗ സൈൻ ഒമേഗ ടി ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ടേം. അപ്പം ഈ ഇക്വേഷനെ നമ്മൾ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് Q ഈക്വൽ ടു Q0 മൈനസ് Q0/2 ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു 2 കോസ് ഒമേഗ ടി പ്ലസ് 2k ബൈ ഒമേഗ സൈൻ ഒമേഗ ടി. നിങ്ങളിത് ചെയ്ത് തന്നെ നോക്കണം. കാരണം ഞാനിത് ഓരോ സ്റ്റെപ്പുകളായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റഫ് പേപ്പറിൽ നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ, ഇനി ഇവിടെ 2 കോമൺ ആണ്, ഇവിടെയും 2 കോമൺ ആണ് അല്ലേ. ഇവിടെ ഒരു Q0/2 ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 2ഉം ഇതിലുള്ള കോമൺ 2ഉം കട്ട് ചെയ്ത് പോകും. സോ ദിസ് ഇക്വേഷൻ ബിക്കം Q ഈക്വൽ ടു Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് കെ ബൈ ഒമേഗ സൈൻ ഒമേഗ ടി. ക്ലിയർ? നോക്കുക, നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ അല്ലേ. ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. അപ്പോൾ ഞാനിവിടെ ഈ ഒമേഗ 0 സ്ക്വയർ ഹൈപ്പോട്ടനീസ് ആയിട്ട് എനിക്ക് എടുത്തൂടെ, ഒമേഗ 0 എനിക്ക് ഹൈപ്പോട്ടനീസ് ആയിട്ട് എടുത്തൂടെ. അതേപോലെ ഒമേഗയും കെയും രണ്ട് സൈഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് എടുത്തൂടെ. എന്താ നോക്കുക, ഒമേഗ 0 ഹൈപ്പോട്ടനീസ് ആയിട്ട് ഞാൻ എടുത്തു, ഇത് 90 ഡിഗ്രി ആണ് അസ്യൂം ചെയ്യണേ. തീറ്റ ഉണ്ട്, കെ ഒമേഗ രണ്ട് സൈഡുകളായിട്ട്. അപ്പോൾ നോക്കിയേ, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടനീസ് എന്ത് കിട്ടും, ഒമേഗ 0 സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കിട്ടും അല്ലേ. നമുക്ക് വേണ്ടത് ഒമേഗ ആണെങ്കിലോ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. അപ്പം എനിക്ക് ഈ ഇക്വേഷൻ വെച്ച് എനിക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്തൂടെ, വേർ ഒമേഗ 0 ഈസ് ദ ഹൈപ്പോട്ടനീസ് ആൻഡ് കെ ആൻഡ് ഒമേഗ ആർ 2 സൈഡ്സ് ഓഫ് ദിസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി കെ ബൈ ഒമേഗ. കെ ബൈ ഒമേഗ നമുക്ക് വേണം. അപ്പോൾ കെ ബൈ ഒമേഗ എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് അല്ലേ. അതിന് നമ്മൾ ടാൻ തീറ്റ എന്നല്ലേ പറയാ. സോ നോക്കി, ടാൻ തീറ്റ ഈക്വൽ ടു കെ ബൈ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, സോ നമുക്ക് നേരത്തെ കിട്ടിയ ക്യൂവിൻ്റെ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടെ മാറ്റി എഴുതാം. കെ ബൈ ഒമേഗയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ ക്യൂ ഈക്വൽ ടു Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു കോസ് ഒമേഗ ടി. കെ ബൈ ഒമേഗയ്ക്ക് പകരം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ ഒമേഗ ടി. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു കോസ് ഒമേഗ ടി ഉണ്ട്, ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ കോസ് തീറ്റ ആക്കി മാറ്റാണ്. അപ്പം ഇവിടെ ഒരു കോസ് തീറ്റ വരും, കോമൺ ഡിനോമിനേറ്ററിൽ കോസ് തീറ്റ ഇവിടേക്കും പോകും. ഓക്കെ, സോ Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് കെ ടി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു ഇവിടെ കോസ് ഒമേഗ ടി ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ ഒമേഗ ടി. അതാണ് ഈ ഇക്വേഷൻ. ഈ ബ്രാക്കറ്റിലുള്ള ടേം നിങ്ങൾ എവിടെയും കണ്ടുവരിച്ചിട്ടുണ്ടോ? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി കോസ് എ മൈനസ് ബി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാം. ദാറ്റ് ഈസ് കോസ് ഓഫ് ഒമേഗ ടി മൈനസ് തീറ്റ. എക്ക് പകരം ഒമേഗ ടി ആണ്, ബിക്ക് പകരം തീറ്റ. സോ കോസ് ഓഫ് ഒമേഗ ടി മൈനസ് തീറ്റ. സോ ക്യൂ ഈക്വൽ ടു Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് കെ ടി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് തീറ്റ.
എനിക്കിതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. കാരണം ഇതിൽ ഫുള്ള് ഡെറിവേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളൊരു പേപ്പർ എടുത്ത് തന്നെ ഇത് എഴുതി പഠിക്കണം. ഞാൻ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ, സോ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുക്കാം. ഇവിടെ ഒരു 1/cos θ ഉണ്ടല്ലോ. നമ്മൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എവിടെ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ cos θ എന്തായിരിക്കും? cos θ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് അല്ലേ, ω/ω02 അല്ലേ. അപ്പോൾ അതാണ് ഞാനിവിടെ അടുത്തതായിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. നോക്കാം, cos θ = ω/ω0. പക്ഷെ നമുക്ക് വേണ്ടത് 1/cos θ അല്ലേ. അപ്പോൾ 1/cos θ എന്താവും? ω0/ω. So 1/cos θ = ω0/ω from the right angle triangle. Okay, so ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മുടെ ഈ ഇക്വേഷൻ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഇപ്പോൾ ആയി മാറിയിട്ടുള്ളത്. ഓക്കെ, സോ Q = Q0 - Q0 e⁻kt/1/cos θ പകരം ω0/ω ഇൻറ്റു cos ωt - θ. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ e⁻kt ഉണ്ട്. ഓക്കെ, ഒരു എക്സ്പൊണൻഷ്യൽ ടേം ഉണ്ട്. അതായത് നമ്മുടെ ഈ LCR സർക്യൂട്ടിലെ ചാർജ് എന്ത് ചെയ്യും? എക്സ്പൊണൻഷ്യലി ആയിട്ട് ഇൻക്രീസ് ചെയ്യും, മാക്സിമത്തിലേക്ക് എക്സ്പൊണൻഷ്യലി ആയിട്ട് ഇൻക്രീസ് ചെയ്യും. പക്ഷേ എക്സ്പൊണൻഷ്യലി ആയിട്ട് ഇൻക്രീസ് ചെയ്യുക മാത്രമല്ല, അതിനുശേഷം എന്ത് ചെയ്യും? ആ മാക്സിമത്തിൽ വെച്ച് ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഓസിലേറ്റ് ചെയ്യാന്ന് പറയാൻ കാരണം? ഇവിടെ നോക്കിയേ, കോസ് ഫംഗ്ഷനാണ്, സൈൻ ഫംഗ്ഷൻ ആയിക്കോട്ടെ കോസ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, അതെന്തായിരിക്കും? ഓസിലേറ്ററി ഫംഗ്ഷൻസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ടൈം മാറുന്നതിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ്. സോ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത് ദ ചാർജ് ഇൻ എൻ LCR സർക്യൂട്ട് ഇൻക്രീസ് എക്സ്പൊണൻഷ്യലി ടു മാക്സിമം വാല്യൂ ആൻഡ് ദെയർ ആഫ്റ്റർ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് അബൌട്ട് ആരായിട്ട്? എവിടെ നിന്നാണ് ഓസിലേറ്റ് ചെയ്യുന്നത്? ഇത് അതിൻ്റെ ഓസിലേഷൻ കാണിക്കുന്ന ആളാണ്. ഏത് പോയിന്റ് വെച്ചിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മാക്സിമം ചാർജിന് അറൗണ്ട് ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, മാത്രമല്ല ഇതൊരു ഡാംപ്ഡ് ഓസിലേഷൻ കൂടിയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കും, സാറിപ്പം പറഞ്ഞു ഓസിലേഷനാണ്, അത് കോസ് θ കാരണമുള്ളതാണ്, cos ωt - θ ഉള്ള കാരണമാണ്. പിന്നെ ഇത് മാക്സിമം ചാർജിൻ്റെ അബൌട്ടായിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മുടെ ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. കാരണം ഇതാണ് അതിൻ്റെ സെക്കൻഡ് ടേം. അപ്പം ഈ ഒരു ഇതിന് അബൌട്ടായിട്ടാണ് ഈ ഒരു ടേം ഓസിലേറ്റ് ചെയ്യുന്നത് മനസ്സിലായി. പിന്നെ സാറിപ്പം പറയുന്നു ഡാംപ്ഡ് ആണ്. അതെന്താ ഡാംപ്ഡാന്ന് പറയാൻ കാരണം? ഇതൊക്കെ e⁻kt എക്സ്പൊണൻഷ്യൽ ഓഫ് എ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അത് ഡാംപ്ഡും കൂടിയാണ് എന്നർത്ഥം. ഓക്കെ, സോ നമുക്ക് ജനറൽ ആയിട്ട് പറയാം, ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ദ ചാർജ് ഗ്രോസ് എക്സ്പൊണൻഷ്യലി ടു ദ മാക്സിമം വാല്യൂ then oscillate about maximum value Q0, but the oscillation will be damped due to the exponential term e⁻kt. അപ്പോൾ e⁻kt ഉള്ളതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഡാംപ്ഡ് ആയിട്ട് മാറുന്നത്. ഓസിലേഷൻ ഉണ്ടാവാനുള്ള കാരണം ഇയാളാണ്. ഓക്കെ, ഇനി നമുക്കൊരു കണ്ടീഷൻ കൊടുത്തു നോക്കാം. when t equal to infinity, t ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ e⁻k ഇൻഫിനിറ്റി. e⁻ എന്താ? 1/e⁻∞ അല്ലേ. 1/e⁻∞ എന്ന് പറയുമ്പോൾ എന്ത് വരും? 0. അപ്പം ഈ ടേം മൊത്തം എന്തായിപ്പോവും? 0 ആയിപ്പോവും. സോ ആ കണ്ടീഷനിൽ Q = Q0. സോ വെൻ t equal to infinity, Q = Q0, and for all other time instance the second term can't be 0, that is it will be oscillatory due to the term ωt - θ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം t = ആവുന്ന സമയത്ത് മാത്രമാണ് ഇത് എന്താവുന്നത്? മാക്സിമം വാല്യൂ ആയിട്ട് നിൽക്കുന്നത്. ബാക്കി ഏത് ടൈം ആണെങ്കിലും ഇത് എന്ത് ചെയ്യും? ആ ഒരു മാക്സിമം ചാർജിൻ്റെ ആ കണ്ടീഷനിൽ എന്ത് ചെയ്യും? അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഡ്യൂ ടു ദ ടേം ωt - θ. ഓക്കെ, ഇനി ഈ ഒരു ഓസിലേഷൻ്റെ ഫ്രീക്വൻസി നമുക്ക് നോക്കണം. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ചാർജിങ് ഇൻ എൻ LCR സർക്യൂട്ട്. അപ്പോൾ നമുക്കറിയാം ω എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് LCR സർക്യൂട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് ഫ്രീ ആയിട്ട് അത് ഓസിലേറ്റ് ചെയ്യുന്നത് LCR സർക്യൂട്ടിലെ ഈ കമ്പണൻറ്റ് കാരണം ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, സോ ω = √ω02 - k². ഓക്കെ, ഇനി എന്താ ഫ്രീക്വൻസി? ഇത് ആംഗുലർ ഫ്രീക്വൻസിയാണ് ω. ഫ്രീക്വൻസി എന്താ? ശരിക്കും ആംഗുലർ ഫ്രീക്വൻസി ω = 2πf ആണ്. നമുക്ക് വേണ്ടത് f ആ. സോ f = ω/2π which is implies
എഫ് ഈക്വൽ ടു ഒമേഗൻ്റെ വാല്യൂ കൊടുക്കുക റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2π. ഇനി ഒമേഗ 0 സ്ക്വയർ ആരാ? 1/LC അല്ലേ? പിന്നെ 2k ആണ് നമ്മൾ പറഞ്ഞ R/L ഉണ്ടായിരുന്നത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആലോചിക്കുക. 2k ഈക്വൽ ടു R/L എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നത്. അപ്പം k എന്തായിരിക്കും? R/2L. സോ കെ സ്ക്വയർ എന്തായിരിക്കും? R²/4L സ്ക്വയർ. സോ ഈ ഇക്വേഷൻ മാറും എങ്ങനെ? എഫ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് 1/LC മൈനസ് R²/4L സ്ക്വയർ. So this is the oscillation frequency during growth of charge in an LCR series circuit. ഓക്കെ, അപ്പം LCR സീരീസ് സർക്യൂട്ടിലെ ഗ്രോത്ത് ഓഫ് ചാർജിൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സ്പ്രഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ സി എന്താണെന്ന് അറിയാം, കപ്പാസിറ്റൻസ് ആണ്, എൽ ഇൻഡക്റ്റൻസ്, ആർ റെസിസ്റ്റൻസ് അല്ലേ? ഓക്കെ, ഇനി കഴിഞ്ഞോ? ഗ്രാഫ് വേണ്ടേ? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 ഗ്രാഫും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നോക്കി, ഓവർ ഡാംപ്ഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ സാവധാനം എന്ത് ചെയ്യുള്ളൂ? ഇൻക്രീസ് ടു മാക്സിമം ആവുള്ളൂ. ക്രിട്ടിക്കൽ ഡാംപ്ഡ് ആകുമ്പോൾ കുറച്ചും കൂടെ എക്സ്പോണൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവും. അണ്ടർ ഡാംപ്ഡ് ആവുന്ന സമയത്ത്, അതായത് നമ്മുടെ ഈ കണ്ടീഷൻ k² ലെസ് ദാൻ ഒമേഗ 0 ആകുമ്പം എന്ത് ചെയ്യും? എക്സ്പോണൻഷ്യലായിട്ട് ചാർജ് ഗ്രോ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനുശേഷം നമ്മുടെ ഈ ചാർജിന്, നമ്മുടെ മാക്സിമം ചാർജിന് ബോട്ടായിട്ട് എന്ത് ചെയ്യും? ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഫ്ലക്ച്വേഷൻ എങ്ങനെയാണ്? നോക്കിയേ, ആംപ്ലിറ്റ്യൂഡ് കൂടിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ സെയിം ആയിട്ടാണോ? അല്ല, ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ ഡാംപ്ഡ് oscillation. Okay, so this is the case of an growth of charge in an LCR series circuit. അപ്പോൾ നമ്മൾ ആദ്യം ചാർജ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ ഈ 3 കേസുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ.